എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഫെബ്രുവരി 1, 2023 ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ 2023-24 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് 20ഓളം പോയിൻറ്റ്സാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങളായാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് 20 പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മണി ബില്ല് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? 110 ആർട്ടിക്കിൾ. അതുപോലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ആർട്ടിക്കിളാണ്? 112. ഇത് രണ്ടും ഓർത്ത് വെക്കുക. നമുക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങളായിട്ടല്ല ഇതിൽ ചെയ്തിരിക്കുന്ന, പോയിൻറ്റ്സ് ആയിട്ടാണ്. ആദ്യത്തേത്, എത്ര കോടിയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്? 45.03 ലക്ഷം കോടിയാണ്. 45.03 ലാക്ക് ക്രോറാണ് ബഡ്ജറ്റ്. അമൃതകാലം എന്ന 25 വർഷത്തെ കാലഘട്ടത്തിലെ ആദ്യ ബഡ്ജറ്റാണിത്. ഈ അമൃതകാലം എന്ന് പറയുന്നത് 1947 ആണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ലഭിച്ചത്. അപ്പോൾ 2047 100 ഇയേഴ്സ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ 75, ഈ 2022 എന്ന് പറഞ്ഞ 75 വർഷത്തെ കംപ്ലീഷനാണ്. 75 മുതൽ 100 വരെ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 75 വർഷം മുതൽ 100 വർഷം വരെയുള്ള കാര്യയിനങ്ങൾ അല്ലെങ്കിൽ കാര്യപരിപാടികളെ സംബന്ധിച്ചാണ് അമൃതകാലം. ഈ 25 വർഷ കാര്യപരിപാടികളാണ് അമൃതകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ 100 വർഷത്തെ ഇൻഡിപെൻഡൻസിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്തുള്ള കാര്യപരിപാടികളെ അമൃതകാലം എന്നും, അതിൻ്റെ ആദ്യ ബഡ്ജറ്റാണ് ഈ പറയുന്ന ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് അമൃതകാൽ. 25 ഇയേഴ്സ് ടു 100 ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. മൂന്നാമത്തേത് ബ്ലൂ പ്രിൻറ്റ് ഫോർ ഇന്ത്യ അറ്റ് 100 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ബഡ്ജറ്റിനെ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഇന്ത്യ, അപ്പോൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റെയിൽവേസ്, മറ്റ് സോഷ്യൽ ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ്, അതൊക്കെയായി ബന്ധപ്പെട്ട് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിനെ പരിപോഷിപ്പിക്കുന്നത് കാരണം ഇന്ത്യ അറ്റ് 100 എന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ട് ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കുന്നു. അഞ്ചാമത്തെ ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ വളർന്നു. അപ്പോൾ ഒരു ഗ്രോത്ത് സിനാരിയോ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. 3rd ലാർജസ്റ്റ് ആണ്. എന്ത് ടേംസിൽ? പർച്ചേസിങ് പവർ പാരിറ്റി എന്ന ടേംസിൽ 3ാമത്തെ ലാർജസ്റ്റ് എക്കോണമി ആയിട്ടും, സാധാരണ ഓവറോൾ എക്കോണമി ബേസിൽ സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ 5ാമത്തെ ലാർജസ്റ്റ് എക്കോണമി ആയിട്ടും മാറിയിട്ടുണ്ട്. 5ാമത്തെ പോയിന്റ്, പുതിയ നികുതിയിൽ 7 ലക്ഷം വരെയുള്ള പ്രതിവർഷ വരുമാനത്തിന് നികുതി വേണ്ട. 7 ലക്ഷം പുതിയ ടാക്സ് റെജീമിൽ ഇൻകം ടാക്സിൻ്റെ കൺസിഡറേഷനിൽ 5 ലക്ഷം എന്ന ബാരിയർ മാറി 7 ലക്ഷം രൂപയായിരിക്കുന്നു. 7 ലക്ഷം രൂപ വരെയുള്ള പ്രതിവർഷ വരുമാനത്തിന് നികുതി വേണ്ട എന്ന് പറഞ്ഞു. ടാക്സ് എക്സെംഷൻ ഫോർ ആനുവൽ ഇയർലി ഇൻകം ഓഫ് 7 lakhs ഇസ് എക്സെംപ്റ്റഡ്. അപ്പോൾ 5 ലക്ഷമായിരുന്നു പണ്ടത്തെ ബെഞ്ച് മാർക്ക്, ഇപ്പോൾ 7 ലക്ഷമാക്കി. 6, ചെലവ് ഏറ്റവും കൂടുതൽ സർക്കാരിനുള്ളത് പലിശ അടക്കുന്നത് സംബന്ധിച്ചാണ്. ഏറ്റവും കൂടുതൽ സർക്കാരിന് എക്സ്പെൻഡിച്ചർ വരുന്നത് ഏത് പോർഷനിലാണ് ബഡ്ജറ്റിന് ചോദിച്ചാൽ 20% ഓഫ് ബഡ്ജറ്റ് ഏതിനാണ്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനാണ്. പലിശ, വാങ്ങിയ കടങ്ങളുടെ പലിശ അടവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവ്. 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ്. ചിലവ് ഏറ്റവും കൂടുതൽ സർക്കാരിനുള്ളത് പലിശ അടക്കുന്നത് സംബന്ധിച്ചാണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20%. പെൻഷൻ ഇനത്തിലാണ് ഏറ്റവും കുറവ് ചിലവുള്ളത്. ഏറ്റവും കുറവ് ചിലവുള്ളത് ഏതാ? പെൻഷൻ. 4% പെൻഷൻ എക്സ്പെൻഡിച്ചറായിട്ട് ഇന്ത്യക്കുള്ളത്. 8, ബഡ്ജറ്റ് 7 സുപ്രധാന കാര്യങ്ങൾ, പ്രയോറിറ്റീസ്, മുന്നിൽ വെക്കേണ്ട 7 പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അവയെ സപ്തഋഷി എന്ന് പറയുന്നു. സപ്തഋഷി എന്ന് പറയുന്നത് ബഡ്ജറ്റ് 7 പ്രയോറിറ്റി ഏരിയാസ് പറയുന്നുണ്ട്. ആ പ്രയോറിറ്റി ഏരിയാസിനെയാണ് സപ്തഋഷി എന്ന് പറയുന്നത്. അടുത്തത് സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ്. എത്ര സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സ് സ്ഥാപിക്കാനാണ് ബഡ്ജറ്റ് തീരുമാനിച്ചത്? 30 എണ്ണമാണ്. സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട് ആൾക്കാരിൽ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ ജോലിക്കും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരുടെ സ്കിൽ സെറ്റ്സ് വർദ്ധിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സാണ് ഈ സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സ്. എത്ര എണ്ണം സ്ഥാപിക്കാനാണ്? 30 എണ്ണം സ്ഥാപിക്കാനാണ്. 10ാമത്തേത് നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി. ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രി, അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്ന രജിസ്ട്രി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി. 11, 5G സർവീസ് ആപ്ലിക്കേഷൻ വികസിപ്പിക്കാൻ 100 ലാബുകൾ. 5G സർവീസ് ആപ്ലിക്കേഷൻ വികസിപ്പിക്കാൻ 100 ലാബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 12ാമത് 157 പുതിയ നഴ്സിംഗ് കോളേജുകൾ. 157 പുതിയ നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 157. 13, ഗ്രാമീണ മേഖലയിലെ സ്റ്റാർട്ടപ്പ് പ്രോത്സാഹിപ്പിക്കാൻ, ഓൺടർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അതായത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ആക്സിലറേറ്റർ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 14, സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താൻ കർമ്മയോഗി പദ്ധതി. പൊതുവെ സിവിൽ സർവീസുകാരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താൻ കർമ്മയോഗി പദ്ധതി. 14ാമത്തേത്.
15 തൊഴിലുറപ്പ് പദ്ധതിക്ക് 29,400 കോടിയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും 29,400 കോടിയുടെ കുറവ് തൊഴിലുറപ്പ് പദ്ധതി MGNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ആൾക്കാരുടെ ഇൻഫോർമൽ സെക്ടറിൽ, ഇൻഓർഗനൈസ്ഡ് സെക്ടറിൽ ആൾക്കാർക്ക് തൊഴിൽ, മാനുവൽ ലേബറിന് തൊഴിൽ കൊടുക്കുന്ന ആ പദ്ധതിക്ക് 29,400 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി സോഷ്യൽ സെക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ടുള്ള അലോട്ട്മെൻറ്റാണ്. 16ാമത്തത് ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യം എന്നത് 51,000 കോടിയാണ്. എന്താണ് ഈ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് അതിനുള്ള ഷെയർ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ എന്നോർത്ത് മറ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലളിതമായി പറഞ്ഞാൽ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അതിന് സാധാരണ എല്ലാ വർഷവും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. ഇത്തവണത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,000 കോടി ആണ്. 17 KYC നടപടികൾ ലളിതമാക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് KYC? KYC എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമറാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട ടേമാണ്. ഈ പറയുന്ന കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത് തന്നെ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷനും റിസ്ക് പ്രൊഫൈലിങ്ങുമാണ്. അതായത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, അതുമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെയാണ് ഈ KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലളിതമാക്കുക എന്നാണ് പറയുന്നത്. 18 സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൻ്റെ നിക്ഷേപ പരിധി 15 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി. 8% പലിശ. അപ്പോൾ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലുള്ള നിക്ഷേപമാണ്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കുള്ള നിക്ഷേപമാണ് ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം. അതിൻ്റെ നിക്ഷേപ പരിധി 15 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി. 8% പലിശ. 19 ദേശീയ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കും. വായന പ്രോത്സാഹിപ്പിക്കാൻ അതുപോലെ തന്നെ റിസർച്ച് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കും. 20 ബാങ്കുകളുടെ ഭരണ സംവിധാനം മെച്ചപ്പെടുത്താൻ നിയമ ഭേദഗതി. ബാങ്കുകളുടെ ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട് അതുപോലെ തന്നെ RBI ആക്ട് പോലെയുള്ള ആക്റ്റുകളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് കുറേയും കൂടെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റുലേറ്റ് വെച്ചിട്ടുള്ളത്. 21 കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി തീരുവ 25% ആക്കി. 10% 25% ആക്കി. കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഈ 2023-24 ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് MGNREGS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ സെക്ടർ സ്കീമാണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ് തുക 29,400 കോടി കുറവാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും. അപ്പോൾ ഇത് ആക്ച്വലി റൂറൽ ഹൗസ് ഹോൾഡിനെ വല്ലാതെ ബാധിക്കുന്നൊരു കാര്യമാണ്. വീക്കർ സെക്ഷൻ അതുപോലെ തന്നെ റൂറൽ പൂവറിനെ ബാധിക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷവും ഈ വർഷവും 2% താഴെയാണ്. അതും സ്ട്രെയിറ്റ് അവേ സാധാരണക്കാരെ ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഈ പറയുന്ന ഹെൽത്ത് ഫെസിലിറ്റീസ്, നല്ല ഹോസ്പിറ്റൽസ്, നല്ല രീതിയിലുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളൊക്കെയായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ 2 സെക്ടറിലും താരതമ്യേന കുറവാണ് എക്സ്പെൻഡിച്ചർ എന്നത് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഓർത്ത് നോക്കുക. ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു.